ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്ലോത്ത് ബാഗ് കൊണ്ട് എങ്ങനെ അടിപൊളി പൂക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 2.5 സെൻറ്റിമീറ്റർ വീതിയും 3 ഇഞ്ച് നീളവുമായിട്ട് ഇതേപോലെ 12 പീസുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ കിട്ടണം. എന്നിട്ട് 2 അറ്റവും ഇതേപോലെ മടക്കി കൊടുക്കണം. ഒപ്പം ഇതാ ഇതുപോലെ. എന്നിട്ട് ഇത് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുക്കണം. പതുക്കെ ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി, ഒട്ടിക്കോളും. ഇതാ ഇപ്പോൾ ഇതേപോലെ കിട്ടും. ഇതേപോലെയാണ് എല്ലാം ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു സൂചി നൂലും ഇതേപോലെ എടുത്തിട്ടുണ്ട്. അറ്റം ഒന്ന് കെട്ടി കൊടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നും ഇതേപോലെ കോർത്തെടുക്കണം. ഇതാ ഇതുപോലെ എല്ലാം ഒരേ രീതിയിൽ തന്നെ കോർത്തെടുക്കണം. അപ്പോൾ എല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ട് വലിക്കണം. ഇപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി ശരിക്കും ടൈറ്റായിട്ടൊന്ന് വലിച്ചിട്ട് ഇത് അറ്റത്തായിട്ട് ഇതേപോലെ ഒന്ന് തുന്നി കെട്ടി കൊടുക്കണം. അപ്പോൾ നമുക്കിതൊരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി ഒന്ന് ടൈറ്റായിട്ടൊന്ന് തുന്നി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ശരിക്കും ഇതൊന്ന് വിടർത്തി കൊടുക്കണം. ഇതാ ഇതേപോലെ. അടുത്തായിട്ട് ഞാനിവിടെ ഒരു ഫ്ലോറൽ കമ്പി എടുത്തിട്ടുണ്ട്. ഒരു മുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇതൊന്ന് പിരിച്ചു കൊടുക്കണം ടൈറ്റായിട്ട്. അറ്റം വരെ ഇതൊന്ന് പിരിച്ചു കൊടുക്കണം. ഇതാ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അടുത്തായിട്ട് ഞാനിവിടെ ക്ലോത്ത് ബാഗിൻ്റെ തന്നെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇതാ ഇപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി പൂവിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അതേപോലെ ഇതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം എന്നൊരു പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവി ബോണ്ടിൻ്റെ പശയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒട്ടിക്കോളും. ഇനി ഇതൊന്ന് ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൂവ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇത്രയും പൂക്കൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.